ഫിലിപ്പിയർ 3:8 എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. പൗലോസ് അപ്പോസ്തലൻ എല്ലാ രീതിയിലും സ്വയം പ്രശംസിക്കുവാൻ പ്രാപ്തിയുള്ള വ്യക്തിയായിരുന്നു. സാമ്പത്തികമായി, പാരമ്പര്യമായി, വിദ്യാഭ്യാസപരമായി, സമൂഹത്തിൽ ഒക്കെ വളർച്ചയും ഉയർച്ചയും പേരും പെരുമയും ഒക്കെയുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളത് പലതുമാണ് കർത്താവ് എന്ന് കരുതി ജീവിച്ച ഒരു വ്യക്തി. എന്നാൽ യഥാർത്ഥ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ജീവിതം അപ്പാടെ മാറിമറിഞ്ഞു. യേശു കർത്താവിനെ എൻ്റെ കർത്താവ് എന്ന് പറയത്തക്ക രീതിയിലേക്ക് യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. കൂടുതൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി. അത് വെറും അറിവല്ല എന്നും അത് ദൈവത്താൽ ആത്മാവിൽ ലഭിക്കുന്ന പരിജ്ഞാനമാണെന്നും പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കി. കാരണം താൻ ഭൗതിക ലോകത്ത് വിദ്യാസമ്പന്നൻ ആയിരുന്ന കാലത്ത് ഇങ്ങനെയൊരു പരിജ്ഞാനം ലഭിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് ആരാണെന്നും എന്താണെന്നും താൻ മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഭൗതിക ജീവിതത്തിലെ താൻ വലിയതെന്ന് കരുതിയിരുന്നവയൊക്കെ വെറും ചപ്പും ചവറുമാണെന്ന് മനസ്സിലാക്കി. ആ തിരിച്ചറിവ് ഉണ്ടായി. നാം ചപ്പും ചവറും ഒന്നുമെടുത്ത് വിലപിടിപ്പുള്ളതാണ് എന്നും പറഞ്ഞ് ബാങ്കിൻ്റെ ലോക്കറിലോ അതുപോലെ സേഫായിട്ട് സൂക്ഷിക്കാറില്ല. എന്നാൽ വിലപിടിപ്പുള്ള സ്വർണം, ഡയമണ്ട്സൊക്കെ സൂക്ഷിക്കും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്, പരിജ്ഞാനം, അതിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെടുന്ന ജീവിത മൂല്യങ്ങൾ, ജീവിതത്തിൻ്റെ രൂപാന്തരം, ഇതൊക്കെ നമ്മെ ദൈവസന്നിധിയിൽ വിലയേറിയവരും മാന്യരും ആക്കി തീർക്കുന്നു. യെശയ്യാവ് 53:11 നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയൊരു നീതീകരണം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതാണ് നമുക്കാവശ്യം. യെരമ്യാ പ്രവാചകൻ 9:24 പ്രശംസിക്കുന്നവൻ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് പ്രശംസിക്കുവാനുള്ളത് നമ്മിലല്ല. നമ്മുടെ പ്രശംസ നമ്മുടെ കർത്താവിലായിരിക്കട്ടെ. അതിൽ നമുക്ക് വളരുവാൻ ഇടയാകട്ടെ. ഈ കർത്താവിനെ അറിയേണ്ടുന്ന രീതിയിൽ അറിഞ്ഞ് ആ പരിജ്ഞാന പ്രാപ്തിയിലേക്ക് വരുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്നു. ഈ പരിജ്ഞാനം അതിശ്രേഷ്ഠമായ ഒന്നാണ് എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അതിൽ വളരുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ പരിജ്ഞാന പ്രാപ്തിക്കായി നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.